ഇനി നമുക്ക് അഘാസുരവധം എന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മറ്റൊരു ലീല കേൾക്കാം. എത്ര പരാജയപ്പെട്ടിട്ടും കൃഷ്ണനെ വധിക്കുക എന്ന ഗൂഢ ലക്ഷ്യത്തിൽ നിന്നും കംസൻ പിന്മാറുന്നില്ല. കംസൻ വീണ്ടും വീണ്ടും ഓരോരോ അസുരന്മാരെ ആയിട്ട് ഗോകുലത്തിലേക്കും വൃന്ദാവനത്തിലേക്കും അയച്ചുകൊണ്ടിരുന്നു കൃഷ്ണനെ വധിക്കാനായിട്ട്. ഇതിനോടകം കംസൻ എത്ര അസുരന്മാരെയാണ് വിട്ടത് അല്ലേ? നമ്മൾ പറഞ്ഞില്ലേ കഥകളെല്ലാം? ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഓരോന്നായിട്ട് ഓർത്തു നോക്കൂ. ശകടാസുരൻ എന്നൊരസുരൻ വന്നില്ലേ? തൃണാവർത്തൻ എന്ന അസുരൻ വന്നില്ലേ? അതിനുശേഷം വത്സാസുരനും ബകാസുരനുമെല്ലാം വന്നില്ലേ? ഇങ്ങനെ വണ്ടിയുടെ രൂപത്തിലും കൊടുങ്കാറ്റിന്റെ രൂപത്തിലും പശുക്കിടാവിന്റെ രൂപത്തിലും കൊക്കിന്റെ രൂപത്തിലുമെല്ലാം ഒരുപാട് അസുരന്മാരെ കംസൻ കൃഷ്ണനെ വധിക്കാനായിട്ട് ഗോകുല വൃന്ദാവനത്തിലേക്ക് അയക്കുകയാണ്. എന്നാൽ സാധിച്ചോ? ഇല്ല. എന്തായിരുന്നു ബലം? ഇവരെയൊക്കെ കൃഷ്ണൻ വധിച്ചു. എന്നാൽ കൃഷ്ണന്റെ കൈകൊണ്ട് കൊല്ലപ്പെട്ടതിനാൽ ഇവരെല്ലാം തന്നെ മോക്ഷം പ്രാപിച്ചു. കൃഷ്ണന്റെ ധാമത്തിൽ എത്തിച്ചേർന്ന് ആ ജ്യോതിയിൽ സായുജ്യ മോക്ഷം പ്രാപിച്ചു ഇവരെല്ലാം. അങ്ങനെ കംസൻ മറ്റൊരു അസുരനെ അയക്കുകയാണ്. ആ അസുരന്റെ പേരാണ് അഘാസുരൻ. ആ അഘാസുരനെ ഭഗവാൻ വധിക്കുന്ന കഥ നമുക്ക് കേൾക്കാം. ഈ ബകാസുരൻ, അതുപോലെ പൂതന, കൊക്കായിട്ട് വന്ന ബകാസുരൻ ഓർമ്മയുണ്ടല്ലോ? ഒരു ഗോപികയുടെ, സുന്ദരിയായ ഗോപികയുടെ രൂപത്തിൽ വന്ന് ഒരു രാക്ഷസി കൃഷ്ണന് പാല് കൊടുക്കുന്നുണ്ടല്ലോ, ആ രാക്ഷസിയെ ഭഗവാൻ വധിച്ച് മോക്ഷം കൊടുത്ത കഥ ഓർമ്മയില്ലേ? പൂതന. ആ ബകാസുരന്റെയും പൂതനയുടെയും സഹോദരനായിരുന്നു ഈ അഘാസുരൻ. അഘാസുരൻ ഏത് രൂപത്തിലാണ് വരുന്നത്? ഒരു പെരുമ്പാമ്പിന്റെ രൂപത്തിലാണ് വരുന്നത് അഘാസുരൻ. വൃന്ദാവനത്തില് ഗോപബാലന്മാര് കാളിയെ പശുക്കളെ മേച്ചു അങ്ങനെ കളിച്ച് നടക്കുകയാണ്. അങ്ങനെ അവരങ്ങനെ അവരുടെ വിഹാരം, സഞ്ചാരം, കളികള്, ഓരോരോ ലീലകളിൽ അവരിങ്ങനെ ഏർപ്പെട്ട് ആനന്ദിച്ച് സന്തോഷിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഗുഹ പോലെ ഒരു വസ്തു അവർ കാണുകയാണ്. അതെന്തായിരുന്നു എന്നറിയാമോ? അത് ഈ അഘാസുരനായിരുന്നു. ഈ അഘാസുരൻ തൻ്റെ വായ ഒരു ഗുഹ പോലെ ആക്കിയിട്ട് ആ വായയും പൊളിച്ച് കിടക്കുകയാണ്. പെരുമ്പാമ്പാണ്. ഗോപന്മാര് അതൊരു ഗുഹയാണെന്ന് തെറ്റിദ്ധരിച്ചു. ഗോപബാലന്മാർ എന്ത് ചെയ്തു? ഓ, ഒരു അത്ഭുത ഗുഹയാണല്ലോ അത്, നമുക്കൊന്ന് അതിനകത്തേക്ക് കയറാം എന്നൊരു ആകാംക്ഷ കുട്ടികൾക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഓരോരോ ഗോപന്മാരായിട്ട് ഗുഹയാണെന്ന് തെറ്റിദ്ധരിച്ച് അതിനകത്തേക്ക് പ്രവേശിക്കുകയാണ് ഓരോരുത്തർ. കൃഷ്ണൻ ഇതെല്ലാം നോക്കിക്കാണുകയാണ്. കൃഷ്ണന് മനസ്സിലായി അഘാസുരനാണ് ഇത് എന്ന്. തന്നെ വധിക്കാനായിട്ട് കംസൻ അയച്ചിരിക്കുകയാണ്. ആ അഘാസുരൻ പാവം ഗോപന്മാരെ പെട്ടിക്കാനായിട്ട് തൻ്റെ വായ പിളർന്ന് ഗുഹയുടെ രൂപത്തിൽ സൃഷ്ടിച്ചങ്ങനെ കബളിപ്പിച്ച് അവരെ വധിക്കാൻ പോവുകയാണ്. അതിലൂടെ തന്നെയും വധിക്കാമെന്ന ഉദ്ദേശമാണ് അവനുള്ളതെന്നറിയാം. അവന്റെ ഉദ്ദേശം നടക്കില്ല എന്ന് ഭഗവാൻ അറിയാം. എന്നാൽ അവൻ എത്രയും പെട്ടെന്ന് മോക്ഷം കൊടുക്കണ്ടേ? അതിനായിട്ട് എന്ത് ചെയ്തു? ഭഗവാൻ തൻ്റെ ലീല ആരംഭിക്കുകയാണ്. ഭഗവാനും ഒന്നും അറിയാത്ത പോലെ തൻ്റെ കൂട്ടുകാര്, തൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഗോപന്മാര് പ്രവേശിച്ച അഘാസുരന്റെ വായയിലേക്ക്, ഗുഹയിലേക്ക് കയറിപ്പോകുക എന്ന വ്യാജേന ഒന്നും അറിയാത്ത മട്ടില് ഭഗവാനും അങ്ങ് പ്രവേശിക്കുകയാണ്. കൃഷ്ണൻ വായക്കകത്തേക്ക് പ്രവേശിച്ചു എന്ന് മനസ്സിലാക്കി ഉടൻ തന്നെ അഘാസുരൻ എന്ത് ചെയ്തു? വായ അടച്ചു. അഘാസുരന്റെ ആവശ്യം അതായിരുന്നല്ലോ. അവന്റെ ആവശ്യം നിറവേറിയ ഉടനെ തന്നെ അവൻ തന്റെ ഗുഹ പോലെയുള്ള വായ അടയ്ക്കുകയാണ്. എല്ലാവരും ആകെ വ്യാകുലരായി. എന്താ ചെയ്യണ്ടേ? ആകെ ഭയപ്പെട്ടു കുട്ടികളെല്ലാം. അവരൊരിക്കലും കരുതിയില്ല ഇതൊരു പെരുമ്പാമ്പാണ്, ഇതൊരു അസുരനാണെന്നൊന്നും. അവരാകെ ഭയപ്പെട്ടു. അവര് ഉടനെ തന്നെ
അകത്തേക്ക് പ്രവേശിച്ച കൃഷ്ണന്റെ അടുത്തേക്ക് കൃഷ്ണന്റെ അടുത്തേക്ക് വരികയാണ് അവർ അതിനുള്ളിൽ തന്നെ വെച്ച്. കാരണം അവർക്ക് എന്തോ ഒരു തോന്നലുണ്ട്, കൃഷ്ണന് ദിവ്യശക്തിയുണ്ട്. കൃഷ്ണൻ എത്രയോ പ്രാവശ്യം ഇപ്പൊ നമ്മളെ ഈ അസുരന്മാരിൽ നിന്നും എല്ലാം രക്ഷിച്ചിട്ടുണ്ട്, ഒരുപാട് അത്ഭുതങ്ങൾ കാട്ടിയിട്ടുണ്ട്, ഇവിടെയും രക്ഷിക്കും. പ്രാണവേദനയില് ആ ഒരു ഭയത്തില് ഉഴലുകയാണെങ്കിലും അവർ അതിന് മറന്നില്ല കൃഷ്ണന്റെ അടുത്തേക്ക് പോകാൻ. കൃഷ്ണൻ എന്ത് ചെയ്തു? കൃഷ്ണൻ വേഗം ഈ പാമ്പിന്റെ കണ്ഠഭാഗത്തേക്ക്, കഴുത്തിന്റെ ഭാഗത്തിലേക്ക് വന്ന് കൃഷ്ണൻ ഭഗവാന്റെ ആ ദേഹം വലുതാക്കാൻ തുടങ്ങി. ഭഗവാന്റെ ആ സിദ്ധിയിലൂടെ ഭഗവാൻ തന്റെ ശരീരം ആ പാമ്പിനകത്തിരുന്ന് വലുതാക്കുകയാണ്. അങ്ങനെ ഭഗവാന്റെ ആ ചെറിയ ഉടല് വലുതായി വലുതായി വരാൻ തുടങ്ങി. അസുരന് ശ്വാസം കിട്ടാതെ ശ്വാസം മുട്ടി തുടങ്ങി. കണ്ണുകളെല്ലാം പുറത്തേക്ക് തുറക്കാൻ തുടങ്ങി. ഇനി പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഭഗവാൻ അവന്റെ അകത്ത് കിടന്ന് വളർന്ന് വലുതാകാൻ തുടങ്ങുകയാണ്. അവനാകെ കിടന്ന് പുളഞ്ഞു. ഇപ്പൊ പ്രാണൻ വെടിയും എന്ന അവസ്ഥയിലേക്ക് അവൻ പോയി തുടങ്ങി. ഒടുവില് ആ പെരുമ്പാമ്പിന്റെ രൂപത്തിൽ വന്ന ആ ഘോരനായ ഭയങ്കരനായ അഘാസുരൻ പ്രാണൻ വെടിയുകയാണ്, ചത്തു വീഴുകയാണ്. ഭഗവാൻ അവന്റെ ആ വായിൽ നിന്നും പുറത്തേക്ക് വന്ന് എല്ലാവരെയും രക്ഷിച്ചു, എല്ലാ ഗോപന്മാരെയും രക്ഷിച്ചു. അങ്ങനെ അഘാസുരനെ ഭഗവാൻ വധിച്ചു. അഘാസുരന്റെ പ്രാണൻ ശിരസിനെ ഭേദിച്ചുകൊണ്ട് ഭഗവാന്റെ ഉള്ളിലേക്ക് വന്ന് പ്രവേശിച്ചു. എല്ലാവരും ഒരു മിന്നായം പോലെ അത് കണ്ടു. ഒരു ദിവ്യ ജ്യോതിസ്, ആ അഘാസുരന്റെ ആത്മാവ് ഭഗവാന്റെ ആ ജ്യോതിസില്, പ്രകാശത്തില് ഭഗവാന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്ന പോലെ അവർക്ക് തോന്നി. അങ്ങനെ അഘാസുരൻ സായുജ്യമോക്ഷം നേടി. ആ തേജസ് അവന്റെ ആത്മാവായിരുന്നു. അവൻ അങ്ങനെ കൃഷ്ണലോകത്തെ കൃഷ്ണനെ പ്രാപിച്ചിരിക്കുന്നു. ഈ കാഴ്ച കണ്ട് എല്ലാ ലോകത്തിലുള്ളവരും അത്ഭുതപ്പെട്ടു. ബ്രഹ്മദേവനും ദേവന്മാരെല്ലാം അത്ഭുതപ്പെട്ടു. അവരെല്ലാം സന്തോഷത്തോടെ ആനന്ദ നൃത്തം ചെയ്തു. ഭഗവാൻ അങ്ങനെ അഘാസുരനെയും വധിച്ചിരിക്കുന്നു. ഭൂമിയുടെ ഭാരം ഭഗവാൻ ഓരോരോ അസുരന്മാരെ വധിച്ചുകൊണ്ട് ഭൂമിയുടെ ഭാരം തീർത്തുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം പുഷ്പവൃഷ്ടി ചെയ്തു, ഭഗവാനെ സ്തുതിച്ചു. എത്രയോ അത്ഭുതമെന്നവർ ചിന്തിച്ചു. മഹാഋഷിമാരും മുനിമാരും യോഗികളും ഭക്തന്മാരും ഭഗവാനെ പ്രാപിക്കാനായിട്ട് അങ്ങനെ തപസ് ചെയ്ത് എത്രയോ കാര്യങ്ങൾ ചെയ്ത് അവസാനം ശിരസ്സിനെ ഭേദിച്ചുകൊണ്ട് അവരുടെ പ്രാണൻ ഭഗവാനിൽ ലയിക്കുന്നു. എന്നാൽ ഒന്നും തന്നെ ചെയ്യാതെ ഭഗവാനെ വധിക്കാൻ വന്ന പാമ്പിന്റെ രൂപത്തിൽ, നികൃഷ്ട ജീവിയുടെ രൂപത്തിൽ വന്ന ഈ അസുരന് ഭഗവാൻ എത്രയോ എളുപ്പത്തിൽ മോക്ഷം കൊടുത്തു. അത് കണ്ട് അവർക്കെല്ലാം അത്ഭുതമായി. അവരെല്ലാം ഭഗവാന്റെ ആ ഭക്തവാത്സല്യത്തെ, ഭഗവാന്റെ കരുണയെ, ദയയെ പാടി സ്തുതിക്കുകയാണ്. ഇതാണ് ഭഗവാന്റെ അഘാസുരവധലീല. ഇഷ്ടമായില്ലേ എല്ലാവർക്കും? ഇനി നമുക്ക് വനഭോജനം കേൾക്കാം. ഈ വൃന്ദാവനത്തിന്റെ അകത്ത് ഒരുപാട് കാടുകളുണ്ട്. ആ കാടിലെല്ലാം ഇരുന്ന് ഇവര് ഉച്ചഭക്ഷണം എല്ലാം കഴിക്കും. രാവിലെ വീട്ടിൽ നിന്നും പോകുമ്പോൾ വരുന്ന സമയത്ത് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കഴിക്കാനായിട്ടുള്ള ഭക്ഷണപാനീയങ്ങൾ, പദാർത്ഥങ്ങൾ, പലഹാരങ്ങളെല്ലാം പൊതിഞ്ഞെടുക്കാറുണ്ട് അവര്. യശോദാമ്മയും രോഹിണി അമ്മയെല്ലാം രാമകൃഷ്ണന്മാർക്ക് പ്രത്യേകം അവർക്ക് ഇഷ്ടപ്പെട്ട മധുര പലഹാരങ്ങളെല്ലാം പൊതിയാക്കി കൊടുക്കുമായിരുന്നു. അതുപോലെ ഉച്ചഭക്ഷണവും എല്ലാ ഗോപന്മാർക്കും അങ്ങനെ തന്നെയാണ്. എല്ലാവരും അവരവരുടെ പലഹാരങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളും പാനീയങ്ങളും കളിക്കോപ്പുകളും കൊമ്പും കുഴലും ഓടക്കുഴലും എല്ലാം എടുത്തിട്ടാണ് പശുക്കളെ മേയ്ക്കാനായിട്ട് വൃന്ദാവനത്തിന്റെ കാടുകൾ കയറി പോകാറ്. ഒരുപാട് പുല്ലുകൾ കിട്ടാനും അതുപോലെ യമുനാ നദിയിലെ ദാഹജലം ഇവർക്ക് കുടിക്കാനും പശുക്കൾക്ക് കൊടുക്കാനും എല്ലാമായിട്ടും അതുപോലെ പലതരം കളികളിൽ ഏർപ്പെടാനായിട്ടും
ആനന്ദിക്കാൻ, സന്തോഷിക്കാൻ, ഉല്ലസിക്കാൻ അവരങ്ങനെ വൃന്ദാവന കാടുകളിൽ വ്യവഹരിക്കുകയാണ്. അവരങ്ങനെ വൃന്ദാവനം തോറും സഞ്ചരിച്ച് ആനന്ദിച്ചുല്ലസിച്ച് നടക്കുകയാണ്. അപ്പൊ അന്നേ ദിവസം, ഈ അഘാസുരനെ വധിച്ച അന്നേ ദിവസം തന്നെ അവരങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം, ഈ കാഴ്ചകളെല്ലാം ദേവന്മാരെ അത്ഭുതപ്പെടുത്തി എന്ന് പറഞ്ഞപ്പോൾ ചിന്തിക്കാമല്ലോ, എത്രമാത്രം അത് ഗോപബാലന്മാരെ അത്ഭുതപ്പെടുത്തി കാണും. ഗോപന്മാരും വളരെയധികം അത്ഭുത സ്തംഭരായിട്ടാണ് ഇതെല്ലാം കണ്ടു നിന്നത്. ഭഗവാൻ എത്രയോ എളുപ്പത്തിൽ ഈ അഘാസുരനെ വധിക്കുന്നതും ഒരു ദിവ്യ ജ്യോതിസ് അഘാസുരനിൽ നിന്നും ഭഗവാന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നതെല്ലാം കണ്ടുവര് അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ സമയം കടന്നുപോയി, നട്ടുച്ചയായി. എല്ലാവർക്കും വിശപ്പ് തുടങ്ങി, ദാഹവും തുടങ്ങി. തനിക്കുള്ള ഉച്ചഭക്ഷണം അവര് കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അപ്പൊ അത് നമുക്ക് ഓരോരുത്തർക്കായി പൊതിയെല്ലാം അഴിച്ച് സ്വസ്ഥമായിട്ടൊരു സ്ഥലത്തിരുന്ന് ഭക്ഷിക്കാം, കഴിക്കാം എന്നത് തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ ഇരിക്കാനുള്ള ചെറിയ ഇരിപ്പിടങ്ങളെല്ലാം തയ്യാറാക്കി, അവിടെ ഇരിക്കുന്ന ഇടമെല്ലാം വൃത്തിയാക്കി. നടുവിലായിട്ട് ഭഗവാനെ ഇരുത്തുക. അവർക്ക് കൃഷ്ണനോട് പ്രത്യേക ഇഷ്ടമാണ്, എല്ലാ കുട്ടികൾക്കും. അപ്പോൾ ഭഗവാനെ നടുവിലിരുത്തി ചുറ്റും, ഭഗവാന്റെ ചുറ്റും ഇവരെല്ലാം ഇരുന്ന് അങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ്. എല്ലാവരും അവരവരുടെ പൊതിയെല്ലാം അഴിച്ചു. പരസ്പരം എല്ലാവരും എല്ലാം തന്നെ ഒരാളുടെ മറ്റൊരാൾക്ക് കൊടുത്ത് അങ്ങനെ സന്തോഷിച്ച് വിനോദിച്ച്, ഒരാളുടെ പലഹാരം മറ്റാൾക്ക്, ഒരാളുടെ ഭക്ഷണം മറ്റൊരു ഗോപന്, അങ്ങനെ അവരവരുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ പരസ്പരം പങ്കുവച്ചുകൊണ്ട് അവര് കഴിക്കാൻ ആരംഭിച്ചു. ഭഗവാൻ ഓടക്കുഴല്, കൊമ്പ് തുടങ്ങിയവയെല്ലാം അരയില്, ഭഗവാന്റെ ആ മഞ്ഞപ്പട്ടില് അരയില് തിരികി. എന്നിട്ട് വറുത്തുപ്പേരി, കൊണ്ടാട്ടം എന്നിവയെല്ലാം ചോറുരുളയോടുകൂടെ കയ്യിലെടുത്ത് ഉണ്ണാൻ തുടങ്ങി ഭഗവാൻ. അങ്ങനെ ഉച്ചയൂണ് ആരംഭിക്കുകയാണ്. അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ നേരം പോക്കുകൾ, കഥകളും കളികളും തമാശകളും പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് അവർ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. യാഗശാലയില് ഋദ്ധിക്കുകള്, മഹാമുനിമാര്, ഭക്തന്മാര് മന്ത്രം ജപിച്ചുകൊണ്ട് അർപ്പിക്കുന്ന ഹവിസ്സുണ്ടല്ലോ, ഹോമദ്രവ്യങ്ങളുണ്ടല്ലോ, അതിനേക്കാളും ഹൃദ്യമായിരുന്നു, ഇഷ്ടമായിരുന്നു ഭഗവാന് ഭഗവാന്റെ ഭക്തയായിട്ടുള്ള യശോദാമയും ഗോപികമാരും ഗോപന്മാരും എല്ലാം കൊടുത്ത വനത്തിൽ വെച്ചിട്ടുള്ള ആ അമൃതഭോജനം എന്ന്. ഇതൊക്കെ കാഴ്ചകളൊക്കെ മേലെ ഇരുന്ന് ദേവന്മാര് കണ്ട് ദേവന്മാര് സ്വയം പാടി പുകഴ്ത്തുകയാണ് ഭഗവാനെ. എന്തൊരു ലീലയാണ് ഭഗവാനെ, അങ്ങയുടെ ഈ ബാലലീല അത്ഭുതകരം തന്നെ ഭഗവാനെ എന്ന് അവര് അത്ഭുതപ്പെട്ട്, അവർക്ക് ഭഗവാന്റെ ലീലകളെയൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്നാലും അവര് ലീലകളെല്ലാം കണ്ട് ഭഗവാനെ സ്തുതിക്കുകയാണ്. ശ്രീമദ് ഭാഗവതത്തില് ഭഗവാന്റെ അനേകം കഥകളും ലീലകളും ഉണ്ടെങ്കിലും ശുഗമഹർഷിക്ക് ഏറ്റവും ഇഷ്ടം വത്സസ്തേയം എന്ന ബ്രഹ്മദേവന്റെ പരീക്ഷണത്തെയാണ്. ഈ വത്സസ്തേയൻ കഥ, ബ്രഹ്മാവ് പശുക്കുട്ടികളെയും ഗോപന്മാരെയും എല്ലാം ഒളിപ്പിക്കുന്ന കഥ, ബ്രഹ്മദേവൻ ശ്രീകൃഷ്ണ ഭഗവാനെ പരീക്ഷിക്കുന്ന കഥയാണ് ഇനി പറയാൻ പോകുന്നത്. വളരെയധികം ശ്രദ്ധയോടെയും ഭക്തിയോടെയും വേണം കേൾക്കാനായിട്ട്. നമ്മൾ പറഞ്ഞു, ഭഗവാന്റെ കഥകൾ എഴുതാൻ ആർക്കേ സാധിക്കൂ? വ്യാസമഹർഷിക്ക് മാത്രമേ സാധിക്കൂ. ഈ പ്രപഞ്ചത്തിലെ എല്ലാ അറിവുകളും ചേർന്നതിനെയാണ് വേദം എന്ന് പറയുക. ആ വേദം 4 എണ്ണമുണ്ട്. ആ വേദത്തെ 4ആക്കി തിരിച്ച് വ്യസിച്ചത് കൊണ്ടാണ് വ്യാസൻ എന്ന പേര് വന്നത്. ആ വ്യാസദേവൻ ഭഗവാന്റെ അവതാരമാണ്. കാരണം ഭഗവാന്റെ കഥകൾ എഴുതാനും ഭഗവാനിൽ നിന്നും വന്ന അറിവിനെ, വേദത്തെ വേർതിരിച്ച് പേരുകളൊക്കെ നൽകി ചിട്ടപ്പെടുത്താനും ആർക്കേ സാധിക്കൂ? ഭഗവാൻ അവതാരമെടുത്ത
ഒരു എഴുത്തുകാരനെ സാധിക്കും. അങ്ങനെയുള്ള ഒരു എഴുത്തുകാരനായിരുന്നു വേദവ്യാസ മഹർഷി. ആ വേദവ്യാസ മഹർഷിയുടെ പുത്രനാണ് ശുക മഹർഷി. അത്രയധികം ജ്ഞാനിയായിരുന്നു, വിരക്തനായിരുന്നു, സർവോപരി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഭക്തനായിരുന്നു. ആ ശുക മഹർഷി പരീക്ഷിത്ത് രാജാവിന് പറഞ്ഞു കൊടുക്കുന്ന കഥകളാണ് നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, ഈ കഥകളെല്ലാം എവിടെയാണ് പരാമർശിച്ചിരിക്കുന്നത്? വ്യാസദേവൻ എഴുതിയിട്ടുള്ള ശ്രീമദ് ഭാഗവതത്തില് 10-ാം സ്കന്ധത്തിലാണെന്ന്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ ശുക മഹർഷിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥയാണ് ഈ ബ്രഹ്മദേവൻ കൃഷ്ണനെ പരീക്ഷിക്കുന്ന ഈ ഭാഗം. തുടർന്ന് ബ്രഹ്മദേവൻ പരാജയപ്പെടുന്നതും ബ്രഹ്മദേവൻ കൃഷ്ണനെ സ്തുതിക്കുന്ന സ്തുതിയും. ഈ ഒരു ലീലയെ ഓർക്കുമ്പോൾ തന്നെ ശുകമഹർഷിക്ക് വളരെയധികം ആനന്ദവും അത്ഭുതവുമാണ്. അപ്പൊ ശ്രദ്ധിച്ചു നിങ്ങൾ ഭക്തിയോടെ കേൾക്കണം. വളരെ ചുരുക്കി പറയാം കഥ, വളരെ എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റുന്ന വിധത്തിൽ. ബ്രഹ്മാവ് പശുക്കുട്ടികളെയും ഗോപന്മാരെയും ഒളിപ്പിക്കുകയാണ്. ഇതെന്തിനാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ അഘാസുരനെ വധിക്കുന്ന ലീല ബ്രഹ്മദേവൻ കണ്ടു, അത്ഭുതപ്പെട്ടു. അതിനുശേഷം ഒരു സാധാരണ കുട്ടിയെപ്പോലെ ഈ ഉച്ചയ്ക്ക് പുല്ലിലും കല്ലിലും മണ്ണിലുമെല്ലാം ഇരുന്ന് കുറേ സാധാരണ ബാലന്മാരുടെ കൂടെ ഇരുന്ന് ഉച്ചഭക്ഷണം കഴിക്കുന്നു. ഇത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണോ? കാരണം ഭഗവാൻ ഇങ്ങനെയല്ലല്ലോ. ഭഗവാൻ വൈകുണ്ഠത്തിൽ വസിക്കുന്ന അത്രയും വലിയ പരമപുരുഷനല്ലേ. മഹായോഗികളും ജ്ഞാനികളൊക്കെ കൊടുക്കുന്ന യജിക്കുന്ന ഹോമവും ഹവിസ്സും ഹോമദ്രവ്യങ്ങളും എല്ലാം അങ്ങനെയുള്ള നിവേദ്യങ്ങൾ കഴിക്കുന്ന ഭഗവാൻ ഇങ്ങനെ ഇരുന്ന് ഒക്കെ ഭക്ഷണം കഴിക്കുമോ? ഇങ്ങനെ വളരെ ഒരു സാധാരണപ്പെട്ട ഒരു ബാലനെ പോലെയാണല്ലോ എനിക്ക് തോന്നുന്നത്. ഇത് ഭഗവാൻ തന്നെയല്ലേ അവതരിച്ചിരിക്കുന്നത്? ബ്രഹ്മദേവന്റെ മനസ്സിലൊരു സംശയം ഉദിക്കുകയാണ്, ഒരു തെറ്റിദ്ധാരണ. ഇത് ഭഗവാന്റെ അത്ര ശക്തിയൊന്നുമില്ല. ഇദ്ദേഹത്തെ നമുക്കൊന്ന് ഭയപ്പെടുത്തി കളയാം, ഒന്ന് തോൽപ്പിച്ച് കളയാം. ഞാൻ ഇദ്ദേഹത്തെക്കാൾ ശക്തനാണ് എന്ന് കാട്ടിത്തരാം. ഇത് കൃഷ്ണന്റെ മൊത്തം ശക്തിയുള്ള ഒരു ബാലനൊന്നുമല്ല എന്നൊരു തെറ്റിദ്ധാരണ അദ്ദേഹത്തിന് ഉണ്ടാവുകയാണ് ബ്രഹ്മദേവന്. അങ്ങനെ ഭഗവാനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഈ പശുക്കുട്ടികളെ, ഓരോ പശുക്കുട്ടികൾക്കും ഭഗവാൻ പേരിട്ടിട്ടുണ്ട്. ആ പേര് വിളിച്ചാൽ പശുക്കുട്ടികൾ ഓടി വരും. ഭഗവാന്റെ സ്വരം കേൾക്കുമ്പോൾ തന്നെ ആ പശുക്കുട്ടികൾ ഓരോ പേരിൽ വിളിക്കുമ്പോൾ ഭഗവാന്റെ അടുത്തേക്ക് ഓടി വരും. ഭഗവാൻ അത്രയധികം പ്രിയമാണ് ഈ പശുക്കുട്ടികൾ. അതുപോലെ തിരിച്ച് പശുക്കുട്ടികൾക്കും ഭഗവാൻ ഇഷ്ടമാണ്, എല്ലാ ഗോപന്മാരെയും ഇഷ്ടമാണ്. അതുപോലെ തന്നെ എല്ലാ ഗോപന്മാരും വിളിച്ചു കഴിഞ്ഞാൽ ഈ പശുക്കളെല്ലാം അവരുടെ അടുത്തേക്ക് വരുമായിരുന്നു. അങ്ങനെയുള്ള ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട തന്റെ പശുക്കിടാങ്ങളെയും അതുപോലെ ഗോപബാലരെയും, ഭഗവാന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഈ കുട്ടികളെ, ഗോപബാലന്മാരെയും ബ്രഹ്മദേവൻ ഒളിപ്പിക്കുകയാണ്. നമ്മൾ പറഞ്ഞുവല്ലോ, ഭഗവാൻ അങ്ങനെ നടുവിലിരുന്നു കൊണ്ട് എല്ലാവരും പരസ്പരം ഭക്ഷണങ്ങളെല്ലാം പങ്കുവെച്ചുകൊണ്ട് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അത്ഭുതം കാട്ടാൻ, അല്ലെങ്കിൽ ഈ ഒരു മായ, ഈ ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിക്കുകയാണ് ബ്രഹ്മദേവൻ. ബ്രഹ്മദേവൻ എന്ത് ചെയ്തു? ഇവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കുറച്ച് പശുക്കൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പശുക്കൾ അങ്ങനെ മേഞ്ഞു നടക്കുന്നു, പുല്ല് ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പശുക്കളെ എല്ലാം തന്നെ ബ്രഹ്മദേവൻ തന്റെ മായ കൊണ്ട് അങ്ങ് മറച്ചു കളഞ്ഞു. ബ്രഹ്മദേവന്റെ അടുത്തേക്ക് അവരെ എല്ലാം എടുത്ത് കൊണ്ടുപോയി ഒരു സ്ഥലത്ത് മറച്ചു വെച്ചു ബ്രഹ്മദേവൻ. അങ്ങനെയുള്ള സിദ്ധിയെല്ലാം ഉണ്ട് ബ്രഹ്മദേവന്. ശ്രീകൃഷ്ണനോ കയ്യിൽ ചോറൂരുളയുമായിട്ട് ഇതിനെ കാണാനില്ല എന്ന് മനസ്സിലായ ഉടനെ തന്നെ പശുക്കളെ അന്വേഷിച്ച് തേടി പോകാൻ തുടങ്ങി. കൃഷ്ണന് മനസ്സിലായി പശുക്കുട്ടികളെ കാണാനില്ല. എല്ലാവരും അതിശയിച്ചു പോയി, എവിടെയാണ് ഈ പശുക്കുട്ടികളെല്ലാം? ഭഗവാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും കഴിച്ചോളൂ, ഉണ്ടുള്ളൂ, ഭക്ഷണം കഴിക്കും, ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഭഗവാൻ അങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. പക്ഷേ പശുക്കുട്ടികളെന്ന് എവിടെയും കണ്ടില്ല. കൃഷ്ണന് മനസ്സിലായി, എല്ലാം അറിയുന്ന ഭഗവാന് മനസ്സിലായി, കാര്യം മനസ്സിലായി. എങ്കിലും ഒന്നും അറിയാത്ത പോലെ ബ്രഹ്മദേവൻ നോക്കി കാണുകയാണല്ലോ ഈ കാഴ്ചയെല്ലാം. ഭഗവാൻ വ്യസനിച്ച് പശുക്കുട്ടികൾ അന്വേഷിച്ച് നടക്കുന്നു. അപ്പൊ ഇത് ബ്രഹ്മദേവൻ പരീക്ഷിച്ചതാണെന്ന് ഭഗവാന് മനസ്സിലായിട്ടില്ല എന്നാണ് ബ്രഹ്മദേവൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ബ്രഹ്മദേവന്റെ ആഗ്രഹം അങ്ങ് നടത്തി കൊടുക്കാമെന്ന വ്യാജേന
ഭഗവാനും ഒരു സാധാരണ ബാലനെ പോലെ അയ്യോ എന്റെ പശുക്കൾ എവിടെ എന്നുള്ള രീതിയിൽ അന്വേഷിച്ച് നടക്കുന്നു. തിരിച്ചു വരികയാണ്. തിരിച്ചു വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടത്തേക്ക് വന്ന് നോക്കിയപ്പോഴോ അവിടെ ഗോപബാലന്മാരെയും കാണാനില്ല, ആരെയും കാണാനില്ല. അവരെയും ബ്രഹ്മദേവൻ മറച്ചു. അവരെയും ബ്രഹ്മദേവൻ ഒരു സ്ഥലത്ത് കൊണ്ട് ഒളിപ്പിച്ച് മറച്ചു വെക്കുകയാണ്. അപ്പോൾ ഭഗവാൻ ആകെ വ്യസനിച്ചു പോയി എന്ന് ബ്രഹ്മദേവൻ കരുതാണ്. കാരണം പശുക്കളെ കാണാനില്ല, ഗോപന്മാരെ കാണാനില്ല. ഇനി ഈ ബാലൻ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുകയാണ് ബ്രഹ്മദേവൻ. എന്നാൽ ഇത് ബ്രഹ്മാവ് തന്നെ പരീക്ഷിക്കാനായിട്ട് ചെയ്ത പ്രവൃത്തിയാണെന്ന് ഭഗവാന് മനസ്സിലായി. പക്ഷെ ഭഗവാൻ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന മട്ടില് എന്ത് ചെയ്തു ഭഗവാൻ? ഭഗവാൻ എത്ര ഗോപന്മാരും എത്ര പശുക്കുട്ടികളും ഉണ്ടായിരുന്നോ അവയുടെ എല്ലാം രൂപം ധരിച്ചു ഭഗവാൻ നേരിട്ട് സ്വയം. അല്ലെങ്കിൽ ഭഗവാൻ അത്രയും പശുക്കുട്ടികളെയും ഗോപന്മാരെയും സൃഷ്ടിച്ചു എന്ന് വേണം പറയാൻ. മാത്രമല്ല അവരുടെ കയ്യിലുണ്ടായിരുന്ന വടി, കൊമ്പ്, അതെല്ലാം യാതൊരു രൂപവ്യത്യാസങ്ങളുമില്ലാതെ അതേപോലെ തന്നെ ഭഗവാൻ രൂപം കൈക്കൊണ്ടു ഭഗവാൻ അവയെല്ലാം സൃഷ്ടിച്ചു. വൈകുന്നേരമായി. ആ മായാമനുഷ്യനായിട്ടുള്ള യോഗേശ്വരനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ എല്ലാ പശുക്കളായിട്ടും വടിയായിട്ടും ഗോപന്മാരായിട്ടൊക്കെ തന്റെ രൂപങ്ങൾ തന്നെയായ ഗോപബാലന്മാരോടും പശുക്കുട്ടികളോടും മറ്റ് സാമഗ്രികളോടൊക്കെ കൂടി അറിയാത്തതുപോലെ അങ്ങ് സാധാരണ പോലെ അവരവരുടേതായ ഗൃഹങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയാണ് രാത്രിയായപ്പോൾ. സാധാരണ പതിവുള്ള പോലെ തന്നെ മാതാപിതാക്കളും തങ്ങളുടെ കുട്ടികളോട് പശുക്കള് സ്വന്തം കുട്ടികളോടുള്ള സ്നേഹത്തിൽ പെരുമാറാൻ തുടങ്ങി. സാധാരണ പെരുമാറുന്ന പോലെ തന്നെ, മാറ്റമൊന്നുമില്ല. എന്നാൽ എന്തെന്നറിയില്ല, അവർക്ക് ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ പോകുന്നതിന് മുൻപ് വരെ തങ്ങളുടെ പശുക്കളോടും കുട്ടികളോടും ഉണ്ടായതിൽ ഇരട്ടി സ്നേഹം ഈ പശുക്കളോടും പുത്രന്മാരോടും ഗോപബാലന്മാരോടൊക്കെ തോന്നുകയാണ്. ഇത് എന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് തങ്ങളുടെ സന്താനങ്ങളുടെ, തങ്ങളുടെ കുട്ടികളുടെ രൂപമെടുത്ത് വന്നിരിക്കുന്നത്, പശുക്കളുടെ രൂപമെടുത്ത് വന്നത് എന്ന് അവർക്കത് മനസ്സിലായില്ല. അതുകൊണ്ടാണ് അവർക്ക് ഈ സ്നേഹത്തിൽ ഇത്ര ആധിക്യം ഉണ്ടായി, ഇത്രയും സ്നേഹക്കൂടുതലുണ്ടായെന്ന് അവർക്ക് മനസ്സിലായില്ല ഭഗവാന്റെ മായ കൊണ്ട്. അങ്ങനെ ഈ രീതിയിൽ തന്നെ വന്നും പോയും ഇങ്ങനെ ഇരുന്ന് 1 വർഷം കഴിഞ്ഞുപോയി. 1 വർഷം ശ്രീകൃഷ്ണനും ഭഗവാൻ ആ ചമച്ചിട്ടുള്ള രൂപത്തെ മാറ്റാതെ ഭഗവാൻ തന്നെയായിട്ട് മാറിയിട്ടുള്ള ആ ഗോപന്മാരായിട്ടും പശുക്കിടാങ്ങളായിട്ടും നിത്യവും കാട്ടിൽ പോകും, വൈകുന്നേരം മടങ്ങി വരും. 1 വർഷം തികയുന്നതിന് കുറച്ച് ദിവസം മുൻപ് മാത്രമാണ് നമ്മുടെ ബലരാമന് പോലും, സാക്ഷാൽ ബലരാമന് പോലും ഈ കാണുന്ന പശുക്കിടാങ്ങളും ഈ ഗോപന്മാരും എല്ലാം കൃഷ്ണൻ തന്നെയാണ്, കൃഷ്ണൻ സൃഷ്ടിച്ചതാണ് എന്ന് ബലരാമന് പോലും മനസ്സിലായി. അതുവരെ സാക്ഷാൽ ബലരാമന് പോലും മനസ്സിലായില്ല. അപ്പൊ പിന്നെ ഗോപികളുടെ കാര്യം പറയണോ? അവരെല്ലാം ഇത് തങ്ങളുടെ കുട്ടികളാണ്, തങ്ങളുടെ പശുക്കളാണെന്നാണ് കരുതിയത്. പക്ഷെ അവർക്കൊന്നും മാത്രം മനസ്സിലാകുന്നില്ല. എന്താണ് എനിക്ക് ഇത്ര നാൾ ഉണ്ടായതിൽ 1000 മടങ്ങ് ഇഷ്ടം, സ്നേഹം, വാത്സല്യം ഞങ്ങളുടെ കുട്ടികളോടും പശുക്കളോടും ഉള്ളത്? അത് മനസ്സിലാകുന്നില്ല അവർക്ക്. ബലരാമൻ അത് മനസ്സിലായി. അതും ഈ 1 വർഷം തികയുന്നതിന് കുറച്ച് നാൾ മുൻപ് മാത്രം. ബ്രഹ്മാവ് വൃന്ദാവനത്തിൽ വന്നിട്ടൊന്നും നോക്കി, മേലെ വന്ന് നോക്കുകയാണ്. എന്തായി അവസ്ഥ? നോക്കിയപ്പോഴോ താൻ എത്ര പശുക്കുട്ടികളെ, എത്ര ഗോപബാലന്മാരെ മറച്ചു വെച്ചിരിക്കുന്നോ അത്രയും പശുക്കുട്ടികളെയും ഗോപബാലന്മാരെയും അതേ രൂപത്തില് അതുപോലെ തന്നെ എവിടെയെല്ലാം ആ കുട്ടികളുടെ മുടി എങ്ങനെയാണോ, കുട്ടികളുടെ കണ്ണെങ്ങനെയാണോ, പുരികം എങ്ങനെയാണോ, മൂക്കെങ്ങനെയാണോ, ചിരി എങ്ങനെയാണോ, ശബ്ദം എങ്ങനെയാണോ, സംസാര ശൈലി എങ്ങനെയാണോ, വസ്ത്രങ്ങൾ എങ്ങനെയാണോ, മേത്തുള്ള ഓരോ പാടുകൾ, പുള്ളികൾ എങ്ങനെയാണോ, നടക്കുന്നത് എങ്ങനെയാണോ, എല്ലാം അതുപോലെ തന്നെ ഭഗവാൻ ചമച്ചിരിക്കുകയാണ്. ഭഗവാൻ സ്വയം അങ്ങനെ ചമഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ പശുക്കിടാങ്ങളുടെ ശബ്ദവും, അതുപോലെ തന്നെ ഓരോരോ പുള്ളികൾ പോലും പശുവിന്റെ മേത്തുള്ളത് അതുപോലെ തന്നെ ഭഗവാൻ സ്വയമായി തീർന്നിരിക്കുന്നു. എന്തൊരത്ഭുതം, എന്തൊരത്ഭുതം! ബ്രഹ്മദേവന് വിശ്വസിക്കാൻ സാധിച്ചില്ല. ബ്രഹ്മദേവൻ അത്ഭുതത്തിന്റെ പാരമ്യത്തിലെത്തി. എന്തൊരവസ്ഥയാണ്! ഇതെന്താണിത്? എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്? ഒന്നും മനസ്സിലായില്ല ബ്രഹ്മദേവന്.
ഒന്നുകൂടെ ബ്രഹ്മദേവനൊന്ന് നോക്കിയപ്പോ ബ്രഹ്മദേവൻ എന്താ പറയുക, ആ ഒരു അവസ്ഥയിലേക്ക് വർണ്ണിക്കാൻ പറ്റാത്തത്ര ഒരു അവസ്ഥയിലേക്ക്, അത്ഭുതത്തിലേക്ക് പോയി ബ്രഹ്മദേവൻ. കാരണം ഓരോ പശുക്കുട്ടികളും ഗോപബാലന്മാരും കൂട്ടത്തിൽ ശ്രീകൃഷ്ണനും എല്ലാവരും ഒരുപോലെ ശ്രീകൃഷ്ണനായിട്ട് നിൽക്കുന്നു. എവിടെ നോക്കിയാലും ശ്രീകൃഷ്ണൻ മാത്രം. പശുവായിട്ട് നിൽക്കുന്നത് ശ്രീകൃഷ്ണൻ, ഗോപബാലനായിട്ട് നിൽക്കുന്നത്, ഗോപന്മാരായിട്ട് നിൽക്കുന്നത് ശ്രീകൃഷ്ണൻ, നടുവിൽ നിൽക്കുന്നത് ശ്രീകൃഷ്ണൻ, ബലരാമനായിട്ട് നിൽക്കുന്നത് ശ്രീകൃഷ്ണൻ. എങ്ങും ശ്രീകൃഷ്ണന്മാർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. താൻ മായ കൊണ്ട് മറച്ചു വെച്ചതാണല്ലോ, താൻ മറച്ചു വെച്ച ആ പശുക്കളും ആ ഗോപന്മാരാണോ സത്യം, അതോ ഞാനിപ്പോ ഈ വൃന്ദാവനത്തിൽ കാണുന്ന ഇതാണോ സത്യം? ബ്രഹ്മാവിനാകെ ചിന്താപശകായി, ചിന്താകുലനായിട്ട് അദ്ദേഹം അങ്ങനെ നോക്കി നിൽക്കുകയാണ്. വൃന്ദാവനത്തില് ഒന്നുകൂടെ നോക്കിയപ്പോ കണ്ടതോ അത് അത്ഭുതകരമായിരുന്നു. എല്ലാ ഗോപബാലന്മാരും പശുക്കുട്ടികളും ശംഖ്, ചക്രം, ഗദ, പത്മം ധരിച്ച 4 തൃക്കൈകളോട് കൂടിയിട്ടുള്ള ആ ഭഗവാന്റെ രൂപത്തിൽ കിരീടവും കുണ്ടലം, മുത്തുമാലകൾ, വനമാലകൾ എന്നിവ ധരിച്ചതുമായിട്ടുള്ള ആ വിഷ്ണു രൂപത്തില്, ചതുർഭുജ വിഷ്ണു രൂപത്തില് എല്ലാം കാണപ്പെട്ടു. വേറെ ഒന്നും കാണുന്നില്ല. ഇപ്രകാരം എല്ലാം വിഷ്ണുമയമായിട്ട് ബ്രഹ്മാവ് വൃന്ദാവനത്തിൽ ദർശിക്കുകയാണ്. സർവ ഇന്ദ്രിയങ്ങളും സ്തംഭിച്ചവനായി ബ്രഹ്മദേവൻ ആകെ സ്തംഭിച്ചു നിൽക്കുകയാണ്. ബ്രഹ്മാവിന്റെ എല്ലാ അഹങ്കാരങ്ങളും, എല്ലാ മതങ്ങളും നീങ്ങി ആകെ പരവശനായി ബ്രഹ്മദേവൻ. തന്റെ കേവലം മായ, ഭഗവാന്റെ മായ അത്ഭുതത്തിൽ ഇതെല്ലാം എന്താണ്, എന്റെ മായയെല്ലാം, എന്നെപ്പോലും ഭഗവാൻ മായയിൽ മയക്കിക്കളഞ്ഞു എന്ന് ബ്രഹ്മദേവന് മനസ്സിലായി. ആ മായയെ ഭഗവാൻ നീക്കിക്കളയാൻ തീരുമാനിച്ചു. ബ്രഹ്മാവിന്റെ ആ ദർപ്പം ശമിച്ചപ്പോ ബ്രഹ്മദേവൻ സ്വബോധത്തോടെ 4 ദിക്കുകളിലും നോക്കി. 8 കണ്ണുകളുണ്ട് ബ്രഹ്മദേവന്, 4 ശിരസ്സുകള്. ആ 8 കണ്ണുകളും 4 തലകളും വെച്ച് തിരിച്ചും മറച്ചും ബ്രഹ്മദേവൻ നോക്കിയപ്പോ വൃന്ദാവനത്തില് എങ്ങനെയാണോ അവരുച്ചയ്ക്ക് കയ്യിൽ ചോറുമായിട്ട് പൈക്കുട്ടികളുമായിട്ടെല്ലാം അവിടെ വിഹരിച്ചത്, അതുപോലെ തന്നെയുണ്ട്. പശുക്കിടാങ്ങൾ അവിടെ പുല്ല് തിന്നുന്നു, വെള്ളം കുടിക്കുന്നു. ബാലന്മാരെല്ലാം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ശ്രീകൃഷ്ണനും ഇരിക്കുന്നുണ്ട് അവിടെ. ഇതെല്ലാം കണ്ട് അത്ഭുതപ്പെട്ട് തനിക്ക് പറ്റിയ അമളി മനസ്സിലായി. കുറ്റബോധത്തില് പശ്ചാത്താപ വിവശനായിക്കൊണ്ട് ബ്രഹ്മദേവൻ ആ സത്യലോകത്ത് നിന്നും വൃന്ദാവനത്തിലേക്ക് ഹംസവാഹനത്തിലേറിക്കൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് വരികയാണ്. ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചു. ഒരു ദണ്ട് വെട്ടിയിട്ട പോലെ സാഷ്ടാംഗം ഭഗവാന്റെ പാദങ്ങളില് ബ്രഹ്മദേവൻ നമസ്കരിച്ചു. 4 കിരീടങ്ങളും, 4 തലയിലെ 4 കിരീടങ്ങളും ഭഗവാന്റെ പാദങ്ങളില് മുട്ടുമാറ്, കണ്ണുകളിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പശ്ചാത്താപ വിവശനായിക്കൊണ്ട് കൈകളെ കൂപ്പിക്കൊണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ സ്പർശിച്ച് ഭഗവാനോട് ക്ഷമ ചോദിച്ചു മാപ്പിരന്നു. ബ്രഹ്മാവ് വീണ്ടും എഴുന്നേറ്റ് വീണ്ടും നമസ്കരിച്ചു. ഭഗവാനോട് മാപ്പാക്കണേ, ക്ഷമിക്കണേ, പൊറുക്കണേ ഭഗവാനെ കൃഷ്ണ എന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ അറിവില്ലായ്മയ്ക്ക് എന്നോട് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ഭക്തവത്സലനായ ഭഗവാന് ബ്രഹ്മദേവനോട് യാതൊരു കോപവും ഉണ്ടായില്ല. എന്നാൽ ബ്രഹ്മാവിന്റെ ആ ദർപ്പത്തെ, അഹങ്കാരത്തെ ഭഗവാൻ ശമിപ്പിച്ചു. അങ്ങനെ ഇടറുന്ന സ്വരത്തില് ഭഗവാന്റെ ഭക്തവാത്സല്യത്തെ സ്തുതിച്ചുകൊണ്ട് ബ്രഹ്മദേവൻ അതിഗംഭീരമായി ഭഗവാൻ ശ്രീകൃഷ്ണനെ പാടി സ്തുതിച്ചു. ഭഗവാൻ സന്തോഷവാനായി. ദേവന്മാരെല്ലാം തന്നെ ഈ കാഴ്ചകൾ കണ്ട് അത്ഭുതപ്പെട്ടു. അങ്ങനെ ഭഗവാൻ ഒന്നുകൂടെ നമസ്കരിച്ച് സ്തുതിച്ച് ബ്രഹ്മദേവൻ തിരിച്ച് സത്യലോകത്തേക്ക്, തന്റെ ബ്രഹ്മലോകത്തേക്ക് മടങ്ങി. ശ്രീകൃഷ്ണനോ അത്യുച്ചത്തില് മനോഹരമായി തന്റെ ഓടക്കുഴല് വായിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കൂട്ടുകാരോടും പശുക്കിടാങ്ങളോടും എല്ലാവരോടും കൂടെ അന്ന് രാത്രി
പതിവ് പോലെ അവർ വീട്ടിലേക്ക് മടങ്ങുകയാണ്, ഗോകുലത്തിലേക്ക്, വൃന്ദാവനത്തിലേക്ക്, തങ്ങളുടെ മാതാപിതാക്കളുടെ അടുത്തേക്ക്, ഗ്രഹത്തിലേക്ക് മടങ്ങുകയാണ്. ഇതാണ് ബ്രഹ്മദേവന്റെ പരീക്ഷണ കഥ. പിന്നെ നിങ്ങൾ അഘാസുരവധ ലീല ഭഗവാന്റെ, അതുപോലെ വനഭോജനം, വത്സസ്തേയം എന്ന ബ്രഹ്മദേവന്റെ പരീക്ഷണം, ഇതെല്ലാം കേട്ടുവല്ലോ. ഭഗവാന്റെ ലീലകളെല്ലാം വളരെ ഇഷ്ടമാകുന്നില്ലേ? തുടർന്ന് ഇനി ഭഗവാന്റെ ലീലകൾ നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കാം.